ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് ആൽജിബ്രൈക് ഫോം നോക്കാം അല്ലേ. റൈറ്റ് ദ ആൽജിബ്രൈക് ഫോം ഓഫ് ദിസ് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ്. ഈസ് 400 എ ടേം ഓഫ് ദിസ് സീക്വൻസ്? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്താ? 17. എഫ് ഈസ് ഈക്വൽ ടു 17. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിലോ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. നമ്മളൊരു ടേം എടുത്താൽ അതിന് തൊട്ട് മുമ്പുള്ള ടേം, പ്രിസീഡിങ് ടേം മൈനസ് ചെയ്യുക. 23 20 മൈനസ് ചെയ്യുകയാണെങ്കിൽ 3, അല്ലെങ്കിൽ 20 മൈനസ് 17 3. എക്സ് എൻ എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി. 17 പ്ലസ് 3n മൈനസ് 3. ഇവിടെ n ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 17 മൈനസ് 3 അത് എഴുതുക, പ്ലസ് 3n. നിങ്ങൾക്ക് ഈ കിട്ടിയ ആൽജിബ്രൈക് ഫോം ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. അപ്പോൾ ഇവിടെ നമ്മൾ ആൽജിബ്രൈക് ഫോം എഴുതുമ്പോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് സൈൻ പോസിറ്റീവ് 3. ഇവിടെ 2 മൈനസ് 3n ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആൽജിബ്രൈക് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? -3. അങ്ങനെ ചോദിക്കും 1 മാർക്കിനൊക്കെ. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൽജിബ്രൈക് ഫോം ശരിയാണോ എന്നറിയണമെങ്കിൽ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇനി n നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. റീപ്ലേസ് n by 1. 3 × 1 3, 3 + 14 17 ഫസ്റ്റ് ടേം കിട്ടി അല്ലേ. അങ്ങനെ തെറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇനി ഈസ് 400 എ ടേം. ഇപ്പം നമുക്ക് ഓൾറെഡി ആൽജിബ്രൈക് ഫോം നമ്മൾ കണ്ടുവച്ചു. അതിൽ നിന്ന് നമുക്ക് 400 ടേം ആണോ എന്ന് നോക്കാൻ ഇതിൽ തന്നെ കൊടുക്കുക. 14 + 3n ഈസ് ഈക്വൽ ടു 400. 3n ഈസ് ഈക്വൽ ടു 400 മൈനസ് 14, 386. n ഈസ് ഈക്വൽ ടു 386/3. ഇത് ഡിവിസിബിൾ ആണോ? അല്ല. 3 + 8 + 6. സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. നമുക്ക് ഡിവൈഡ് ചെയ്യാതെ തന്നെ പറയാം. സോറി, n ഈസ് ഈക്വൽ ടു 386/3. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല അല്ലേ. n ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 386 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3, therefore 400 ഈസ് നോട്ട് എ ടേം എന്നെഴുതാം. n ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ, therefore 400 ഈസ് not a term of this arithmetic sequence. ഇപ്പം നമ്മളിനി ആൽജിബ്രൈക് ഫോം കാണാതെ തന്നെ നമ്മൾ ആൽജിബ്രൈൻ തന്നിട്ടില്ല. ഇങ്ങനൊരു സീക്വൻസ് തന്നിട്ട് 400 ഒരു ടേം ആണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? 400 മൈനസ് 17 ചെയ്യുക. എന്നിട്ട് കോമൺ ഡിഫറൻസ് 3 വെച്ച് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യുക. Question number 2. 25th term, 27th term. നമുക്ക് ഉടനെ എന്തെഴുതാം? x27 മൈനസ് x25 മീൻസ് 27th term മൈനസ് 25th term. 166 മൈനസ് 140. 27 മൈനസ് 25 2. എന്നിട്ട് കോമൺ ഡിഫറൻസ് എഴുതുക. 24 26. d is equal to 26/2 30. ഏത് ടൈം കാണണം? x35 35th ടേം. x35 മൈനസ് നമുക്കൊന്നിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. x25 35 മൈനസ് 25 10d. 10 x35 മൈനസ് x25 140. 10 × 13. 10d means 10 × d. 10 × 30 130.
So 35th term is equal to 130 plus 140. That is 270. ഈ 2 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. എല്ലാ കുട്ടികളും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.